പഴയ ഡയലോഗൊന്നും പുതിയ തലമുറനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എന്നോടിപ്പോൾ എൻ്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കും, എന്ത് പണ്ടൊക്കെ നമ്മൾ ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഞാനൊക്കെ അതേസമയത്ത് ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനോട് ചെമ്മിണി വിളക്ക് അടുത്തിച്ചിട്ടാ ഉപ്പാപ്പയൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ചോദിക്കും, അന്ന് CFL ലൈറ്റ് ഉണ്ടോ? ഇല്ല. 0 ബൾബുണ്ടോ? ഇല്ല. പിന്നെ ചെമ്മിണി വിളക്കല്ലാണ്ട് പിന്നെ എന്താ കത്തിക്കണ്ടേ? അത് കുട്ടികളുടെ അപ്ഡേഷനാണ്. അത് അവർക്ക് അദബ് കേട് എന്നല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതൊരു അധ്യാപകനും ഏതൊരു മോട്ടിവേറ്റർക്കും ഏതൊരു ഉസ്താദിനും ഈ കാലത്തെ മുഴുവൻ അതിജയിക്കാൻ പറ്റും. നമ്മൾക്ക് ഈ കുറ്റപ്പെടുത്തൽ എന്ന സ്വഭാവം ഈ നാട്ടിലും മഹലിൽ നിന്നും പൂർണ്ണമായി നിർത്തിയോക്ക് അടിപൊളി ഫലമായിരിക്കും. മുടി നീട്ടിയ ഒരു കുട്ടി ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത്, നല്ല മോനാ, മുടിയും കൂടി അത്രേ പറയാനുള്ളൂ. തഹജ്ജുദ് നിസ്കരിപ്പിക്കണം. ആരെ കൊണ്ട്? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ കൊണ്ട്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? നിഅമർ റജുല അബ്ദുള്ള നല്ല മോനാ. ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നെ പറഞ്ഞു തഹജ്ജുദും കൂടി നിസ്കരിച്ചാൽ. അങ്ങനെ പറയലോടുകൂടി പിന്നെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഞങ്ങൾ രാത്രി കുറഞ്ഞ സമയം ഉറങ്ങി, ബാക്കി ഫുൾ ടൈം തഹജ്ജുദാ. ഇങ്ങനെ നമ്മൾ ഒരു ലോകത്തേക്ക് കടക്കണം. പുതിയ കാലത്ത് ഈ കുറ്റം കേട്ടാൽ കുട്ടികൾക്ക് ഒരുതരം ഇറിറ്റേഷനാണ്, ഭയങ്കര മനസ്സിനൊരു വിഷമമാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ ആക്കി മാറ്റുന്നിടത്തേക്ക് നമ്മൾ രൂപപ്പെടണം, ഷെയ്പ്പ് ചെയ്യപ്പെടണം. ഷെയ്പ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് 2-3 സെക്കൻഡോട് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി, ഇതാണ് ഷെയ്പ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇതേ നബീൻ്റെ പേര് ഞാൻ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വലാത്തില്ല. അതേ റസൂലുള്ളാഹിൻ്റെ പേര് സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം സ്വലാത്തില്ല. അപ്പോൾ നിങ്ങളെ ഷെയ്പ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല.